ഈ അടുത്തൊരു വീഡിയോ വൈറലായതിനു ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രസവ സമയത്ത് ഇത്രയധികം ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ലേബർ റൂമിൽ നിൽക്കുന്നത് നല്ലതാണോ? തീർച്ചയായിട്ടും ഡെലിവറി സമയത്ത് കൂടുതൽ ബൈസ്റ്റാൻഡേഴ്സ് നിൽക്കുന്നത് സയന്റിഫിക്കലി ഒട്ടും നല്ലതല്ല. കാരണം നമ്മൾ ഈ പ്രസവം എന്ന് പറയുന്നതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്. അതിനെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എന്ന് പറയും. ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് ലേബർ പെയിൻ ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ ആ ലേഡി ഒന്ന് കംഫർട്ടബിൾ ആവാൻ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ കൂടെ നിൽക്കുന്നു. ഒന്നും വലിയ പ്രോബ്ലം ഇല്ല, ബിക്കോസ് ലേബർ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ എന്ന് പറയും. അവിടെയാണ് ആക്ച്വലി പ്രസവം നടക്കുന്നത്. നമുക്ക് അവിടെ കുറെ രക്തം വരാറുണ്ട്, ഒരു ന്യൂ ബോൺ ബേബി വരുവാണ്. അപ്പം റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലേബർ റൂം എന്ന് പറയുന്ന ഒരു സ്റ്റെറൈൽ അല്ലെങ്കിൽ സെമി സ്റ്റെറൈൽ ഏരിയ ആണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അനേകം ആളുകൾ കൂട്ടത്തോടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നാൽ ഒട്ടും നല്ലതല്ല. തീർച്ചയായിട്ടും ഒരു ഡെലിവറിയുടെ സമയത്ത് കൂടെ ഒരാൾ ആ ലേഡിയോട് കൂടെ നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. അത് കിട്ടുന്ന ഇമോഷണൽ സപ്പോർട്ട് ഈസ് സോ ഹ്യൂജ്. പക്ഷെ അവർ പോലും ചില ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് കീപ്പ് ചെയ്യണം. ഒരു സർജിക്കൽ ഗൗൺ ധരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് ധരിക്കുക, അല്ലെങ്കിൽ ഒരു മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ് ഗൗൺ ധരിക്കുക. ബിക്കോസ് ആ സ്റ്റെറൈൽ പ്രിക്കോഷൻസ് അവരും എടുക്കുന്നത് നല്ലതാണ്. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താ വേണ്ടത്? ഒരു ഹെൽത്തി മദർ ആൻഡ് ഹെൽത്തി ചൈൽഡ്. അതുകൊണ്ട് എല്ലാവരും കൂടി ലേബർ റൂമിൽ ഇടിച്ചു കയറി നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല.